ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓറൽ ബ്ലെൻഡിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അത് നമ്മളിങ്ങനെ ഓരോ സൗണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ആ ഒരു കൂട്ടി വായിക്കാം എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഞാനും കുറേ വേർഡ്സ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇങ്ങനെ സണ്ണ്, സൺ, അതേപോലെ ഇപ്പൊ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ഫാൻ, അങ്ങനെ നമ്മളിങ്ങനെ കുട്ടീനായിട്ട് ഇങ്ങനെ പെരുമാറുന്ന സമയത്ത് അവർക്ക് സിമ്പിളായിട്ട് അവർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന പിന്നെ 2 ലെറ്റർ വേർഡ് 3 ലെറ്റർ വേർഡ് ഒക്കെയാണ് ഞാൻ അങ്ങനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. കുറച്ച് 4 ലെറ്റർ വേർഡ്സ് ഒക്കെ ചില വേർഡ്സ് മാത്രം ചെയ്ത് നമുക്ക് ഈ ലെറ്റർ സൗണ്ടുകൾ വെച്ചിട്ട് നേരിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ പോകുന്ന വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. നമ്മള് അവർക്ക് ഫണ്ണായിട്ട് പിന്നെ ഇതൊരു ഇൻട്രസ്റ്റ് വരാനും ഒരു ഫണ്ണായിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 7 രീതികൾ അതിന് കണ്ടെത്തിയിട്ടുണ്ട്. ആ 7 രീതികൾ വെച്ചിട്ട് ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട ഒരു വഴി നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ 3 വയസ്സിന് ശേഷമുള്ള കുട്ടികളെ കൊണ്ട് ഇതൊന്ന് ചെയ്യിപ്പിച്ച് നോക്കുക. പിന്നെ നമ്മളെ കൂടെ തന്നെ ഫോളോ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വീഡിയോയിലേക്ക് പോവാണ്. എന്റെ കയ്യിൽ കുറച്ച് പിന്നെ ലെറ്റർ കാർഡ്സ് ഉണ്ട്. പിന്നെ ഞാനൊരു ടോയ്, ഒരു കളിക്കുന്ന ഒരു ടോയ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ക്ലേ ഇല്ലെങ്കിൽ മാവായാലും മതി, ഏത് വണ്ടിയും പറ്റും. അപ്പൊ അവർക്ക് ഫണ്ണായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ കുട്ടീനെ ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ലെറ്റർ സൗണ്ട് ലെറ്റേഴ്സ് ഇപ്പൊ അവൻ പഠിച്ച ലെറ്റർ അവൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എവിടെ കണ്ടാലും ഐഡന്റിഫൈ ചെയ്യും. ഇനി എൻ്റെ കുട്ടീനെ ഞാൻ റീഡിങ്ങിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് കുട്ടി ഫാസ്റ്റായിട്ട് എല്ലാ ലെറ്ററും പഠിക്കുക എന്നുള്ളതും അതിന്റെ കൂടെ തന്നെ കുട്ടി റീഡിങ്ങിലേക്ക് കയറുക എന്നുള്ളതും എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് പ്രാക്ടീസ് ആണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യിപ്പിക്കൊണ്ടിലൂടെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ പിന്നെ അവനെ കൊണ്ട് ഇപ്പൊ 3 ലെറ്റേഴ്സ് ആണ് അവര് പഠിച്ചത്. ഈ ഒരു 3 ലെറ്ററിന് തന്നെ നമുക്ക് അറ്റ് എന്നുള്ള ഒരു വേർഡ്, പിന്നെ സാറ്റ് എന്നുള്ള ഒരു വേർഡ്, ആസ് എന്നുള്ള ഒരു 2 ലെറ്റർ വേർഡ്, ഈ ഒരു 3 ലെറ്റർ നമുക്ക് ഈ ഒരൊറ്റ 3 ലെറ്റർ പഠിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പിന്നെ അവർക്ക് അതൊരു ക്യാച്ച് ചെയ്യണം. പിന്നെ അവര് അത് ലെറ്റർ കണ്ടിട്ട് തന്നെ വായിക്കണം. അപ്പൊ നമുക്ക് അതൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് പിന്നെ എങ്ങനെയാണ് അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. 3 ലെറ്റർ ഞാൻ അവിടെ വെക്കും. ഓരോന്നിന്റെ സൗണ്ട് പറയാം കേട്ടോ. എന്താ ലെറ്റർ? ഓക്കെ, അതായത് എസ് അല്ലേ? ഓക്കെ, ഇത് ഓക്കെ എന്നുള്ളത് ലെറ്റർ ആണ്, സൗണ്ട്. ഇത് ട് എന്നുള്ള സൗണ്ട് ആണ്. ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ എന്നുള്ള ലെറ്ററും സി എന്നുള്ള ലെറ്ററും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആസ് എന്നുള്ള ലെറ്റർ ആക്കിയിട്ട് അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യാസത്തിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ കയറിയിട്ട് ആദ്യം എടുത്ത് പോവാണ്, സൂക്ക് പോവാണ്. അപ്പോ ഫസ്റ്റ് ഇങ്ങനെ എത്തിയപ്പോ ഇവിടെ ഒരു ലെറ്ററിന്റെ മേലെ കൂടിയായിട്ട് പോണത്. ഏതാ ലെറ്റർ? അങ്ങനെ ആന്റെ ലെറ്റർ ഇങ്ങനെ കയറി ആന്റെ വണ്ടിമ്മ കൂടി ഇങ്ങനെ ലെറ്ററിമ്മ കൂടി ഇങ്ങനെ കേറിയിട്ട് പോകുമ്പോ ഏത് ലെറ്റർ പിന്നെ കാണുന്നത്? സ് എന്നുള്ള ലെറ്ററാണ് കേട്ടാ. അങ്ങനെ തിരിച്ച് ഇങ്ങനെ സൂല് ഇങ്ങനെ വേറെ വഴിക്ക് കൂടി ഇങ്ങനെ പോവാണ്. ഇങ്ങനെ വന്നിട്ട് ഈ 2 ലെറ്റർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് വായിക്കണേ. ഏതാ ലെറ്റർ നോക്കണം. ഇത് ഒരുമിച്ച് വണ്ടിയുടെ സ്പീഡിലാണ്ട് പോണം. ആദ്യം എന്ത് ചെയ്യണം? ഇത് ഒറ്റയിരിക്കൊണ്ട് വായിക്കുവാണ്. ഓക്കെ, എവിടെ? ഇതേതാ ലെറ്റർ? അപ്പൊ നമുക്ക് ഒരുമിച്ചാട്ടോ വായിക്കേണ്ടി. പോട്ടെ വണ്ടി കേറാണ്. പോട്ടെ അല്ല, വണ്ടി കയറാണ്. ലെറ്റർമക്കോട് കയറാണ്. വായിക്കണം. വായിച്ചിട്ടില്ല. ഞാൻ ആദ്യം വെച്ചിട്ട് വണ്ടി കഴിച്ചു. ആദ്യം ആദ്യം വായിച്ചല്ലേ? ആദ്യം ഇങ്ങനെ പോണട്ടോ. അപ്പൊ വണ്ടി ഇത് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ടാട്ടോ. അവര് വണ്ടി ഇങ്ങനെ പോവാണേ. വണ്ടി പോട്ടെ.
ഇങ്ങനെ വണ്ടി തിരിച്ചു ഇങ്ങനെ 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 പോട്ടെ ഇനി ഒരുമിച്ച് വണ്ടിയിൽ പോണ ഒറ്റയടിക്കാണ്ട് വായിക്കണം. വണ്ടിക്ക് സ്പീഡില്ല, അപ്പൊ വായിക്കുമ്പോഴും സ്പീഡില്ല. ഞാനെങ്ങനെയാണെന്നറിയോ പോവാ? ഞാനാണ് വണ്ടിയിലെങ്കിൽ ഞാനെങ്ങനെ പോവാന്നറിയോ? ഇങ്ങനെ പോവാ. ഞാൻ പോകട്ടെ, ഞാൻ പോയിട്ട് പോയാ അതേപോലെ പോണം. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് വണ്ടി എടുത്തിട്ടും കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻട്രസ്റ്റിൽ എന്താ ചെയ്യാം, വായിക്കാൻ പറ്റും. ഞാന് ഈ 2 വേർഡ് വെച്ചിട്ടോ സ്വന്തമായിട്ട് ഞാൻ എന്റെ ഹെൽപ്പ് ഇല്ലാതെ വായിക്കുന്നുണ്ടോന്ന് നോക്കാം. എന്താണ്? ഓക്കെ, സൂപ്പർ ആട്ടോ. വായിക്കാൻ വേണ്ടിയില്ലേ? അവിടെ അങ്ങനെ വായിക്കും. പിന്നെ അവർക്ക് ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ കുട്ടി വായിക്കുകയാണ് എന്നുള്ള ഒരു ഐഡിയ കുട്ടികൾക്ക് ഇങ്ങനെ കിട്ടും നമ്മളിങ്ങനെ ഫണ്ണായിട്ട് ചെയ്യുമ്പോൾ. ഇനി പിന്നെ മറ്റൊരു ഐഡിയ ആണ് കാണിക്കാൻ പോണത്. ഇനി ഞങ്ങൾ വണ്ടി എടുത്തേക്കാണ്, ഞങ്ങള് ക്ലേ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതിമനെ നമ്മള് ഓരോ ലെറ്റർ തന്നെ എടുക്കാം. ഓരോ ലെറ്റർ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ 3 ലെറ്റർ വേർഡ്സ് ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ തിരിച്ചു മറിച്ചിട്ടൊക്കെ നമുക്ക് പരീക്ഷിക്കാം. അതെന്ത് ചെയ്യണം? ഓരോ ഡോട്ട് ഓരോ പിന്നെ ഓരോ ഉണ്ട എങ്ങനെ നമുക്ക് ഉണ്ടാക്കണം. ഓരോ ഉണ്ട അങ്ങനെ ഉണ്ടാക്കണം. അതിൽ കുറച്ചും കൂടി കൂട്ടി, ചെറുതല്ലേ? അമ്മന് വന്ന് ആദ്യം വന്ന് നോക്കാം. അതിങ്ങനെ ഉരുട്ടണം. ഇവിടെ ഒരു ഈ സീക്ക് ഒരു സീക്ക് ഒരു ഉണ്ട. ഇതിനൊന്ന് ഓരോ ലെറ്ററും നമുക്ക് എന്ത് ചെയ്യാം. ആയിട്ടില്ല. പിന്നെ ഞാൻ അടുത്ത സ്മോൾ ലെറ്റർ ആണ് കേട്ടോ വെക്കുന്നത്. സ്മോൾ ലെറ്റർ ഞാൻ 2 ഓരോ പുറത്ത് ഓരോന്ന് എഴുതിക്കാണ്. ഇത് ഇന്നെ മൊത്തം പോകാം. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഇവരെ 3 ആളെയും കൂടി ഒരുമിച്ച് വെക്കുകയാണേ. ഇവരെ 3 ആളെയും കൂടി നമ്മൾ ഒരുമിച്ച് വെച്ചു കേട്ടോ. അങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യണം? ഈ 3 ഇതും കൂടി ഇത് 3 കൂടി ഇവിടെ വെക്കുക. ഇത് 3 ആണ്. അപ്പൊ 3 എല്ലാരും ഇല്ലേ? ഇപ്പൊ എല്ലാ ലെറ്ററും ഇല്ലേ? എല്ലാ ലെറ്ററും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ നമുക്ക് ബ്ലെൻഡ് ചെയ്യിപ്പിക്കേ. എങ്ങനെയാ ബ്ലെൻഡ് ചെയ്യിപ്പിക്ക? അങ്ങനെ നോക്കട്ടെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കാം. 3 അപ്പൊ ഇവര് 3 ആളും ഒരുമിച്ചായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ 3 ഡോട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടോ? ഒറ്റ വേർഡ് ഓരോ ഒന്നായി. അതേപോലെ ഇതൊന്ന് ഒരുമിച്ച് വായിച്ചോക്കാം. ഒരൊന്നായി. ഇതിപ്പോ നമ്മള് എന്ത് ചെയ്തു? ഇവരെ 3 ആളെ നമുക്ക് ബ്ലെൻഡ് ചെയ്തു. ഈ 3 ഡോട്ടിന് 3 ലെറ്ററിന് നമ്മൾ ഇവിടെ ബ്ലെൻഡ് ചെയ്തു. അപ്പൊ എന്താ വായിക്കുക? ഈ ലെറ്റർ എന്തായത്? അപ്പൊ എന്താ വായിക്കുക? സൂപ്പർ. അപ്പൊ അല്ലെ അവര് 3 ആള് ബ്ലെൻഡ് ചെയ്തപ്പോ നമ്മളിവിടെ 3 ലെറ്റർ ഉണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്തു അല്ലേ? സൂപ്പർ കേട്ടോ. ഇത് ഒരു വഴി. ഇതൊക്കെ ഇതിൽ ഏത് നമ്മൾ ചൂസ് ചെയ്യണം. ഇതിപ്പോ മാവ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കയ്യിൽ ക്ലേ ഉണ്ടായതുകൊണ്ട് എളുപ്പത്തിന് അങ്ങനെ എടുത്തു തന്നെയുള്ളൂ. ഇനി പിന്നെ നമ്മൾ വേറൊരു മെത്തേഡാണ് പ്രയോഗിക്കാൻ പോണത്. എത്രത്തോളം മനസ്സിൽ അതിങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ലെറ്ററിന്റെ കൂടെ നമ്മൾ പോവാണ് കുട്ടികളെ മറക്കാതെക്കാനും. പിന്നെ ഇവിടുത്തെ ലെറ്റർ നമ്മളിങ്ങനെ എപ്പോഴും ഞങ്ങളെപ്പോഴും ബുക്ക് പിന്നെ കഥകൾ വായിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ലെറ്റേഴ്സ് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ വെക്കും. ഞാനിങ്ങനെ പിന്നെ ഈ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത് ഒരു ലെറ്റർ അതിന് മിസ്സാക്കി ഇട്ടിട്ടില്ല. എന്താണ് അവനത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ. കുട്ടികൾക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അതേപോലെ ഈ ഒരു 2 ലെറ്റർ വേർഡ് അതേപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതൊരു ഒരു ഗെയിം പോലെ അങ്ങനെ ചെയ്യാൻ കേട്ടോ. അതിമോനെ ഞാന് ഇവിടെ ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ ഇടും. ആദ്യം ഇത് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് തുറന്നു നോക്കുമ്പോ ഒരു ലെറ്റർ അതിൽ മിസ്സായിട്ടുണ്ടാവും. അത് ഏത് ലെറ്റർ ആണെന്ന് ആദ്യം പറയാം. റെഡിയാണോ? കള്ളന് പോലീസ് അല്ലേ? കള്ളന് പോലീസ് കളിക്കുമ്പോ അങ്ങനെ ഉണ്ട് അല്ലേ? അതേമാതിരി ഇതാണ്. എന്തെങ്കിലും ഒന്ന് എടുക്കണം. ഞാനൊന്ന് എടുക്കാം. ഓക്കെ. അതൊന്നും അറിയില്ല. തുറന്നു നോക്കിയില്ല എന്താ. എന്റെ ഞാൻ തുറന്നു നോക്കിയ കളിയാണ്. അതിൽ ഏത് ലെറ്ററാ മിസ് ആയിക്കണേ? ഏത് ലെറ്ററാ മിസ് ആയിട്ടുള്ളേ? അപ്പൊ ഏന്ന് എഴുതിയാൽ എന്താ വായിക്ക? ഇവിടെ ഏന്ന് എഴുതി കൊടുത്താൽ എന്താ വായിക്ക? അതല്ല, ഇപ്പൊ ഇവിടെ ആണ് മിസ് ആയിക്കണെന്ന് ആദ്യം പറഞ്ഞു. ഇനിയിപ്പോ ഇവിടെ ആന്നുള്ള ലെറ്റർ നമ്മൾ കൊണ്ടുവച്ചാല് എന്താ വായിക്ക? ഇവിടെ ആന്നുള്ള ലെറ്റർ നമ്മൾ കൊണ്ടുവച്ചാല് എന്താ വായിക്ക? എങ്ങനെ വായിക്ക? ഇപ്പത്തെ സ്റ്റീന്നാണ്. ഇതിൽ മിസ്സായ നമ്പർ ആണെന്ന് ആദ്യം പറഞ്ഞില്ലേ? അപ്പൊ ഇനി നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവരും. കൊണ്ടുവരും. അത് നമ്മൾ ഇവിടെ എഴുതിക്കൊല്ലാതെ സ്മോൾ ലെറ്റർ ആണെന്ന് എഴുതിയത്. അവിടെ ഓൾറെഡി ഞാൻ ക്യാപിറ്റൽ ലൈന് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് അങ്ങോട്ട് ഇത് സ്മോൾ ലെറ്റർ ആക്കിയതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതൊന്ന് വായിച്ചു നോക്കാം. ഇതെന്താ വായിക്കുക? ഫസ്റ്റ് ഇവിടുന്ന് മുതൽ അങ്ങോട്ട് വായിച്ചു നോക്കാം. ഇത് സ് ആണ്. മാർക്ക് കിട്ടും. ഇത് മുഴുവൻ പറഞ്ഞാലേ മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കള്ളന്റെ 0 കിട്ടും. ഇത് പറയണം. ഇവിടുന്ന് വായിക്കാൻ തുടങ്ങണം. ഇനി വായിക്ക്. മാർക്ക് കിട്ടിയില്ല. ഫുള്ള് വായിക്കണം. എന്താണ്? ഫാറ്റ്. ഞാൻ പെട്ടെന്ന് ഫാറ്റ് എന്നായിപ്പോയി കേട്ടത്. ഓക്കെ, സൂപ്പർ. 1000 മാർക്ക് കിട്ടി നിങ്ങൾക്ക്. നിന്റേത് ഞാൻ എനിക്കും കിട്ടിക്കണല്ലോ. ഇന്ത്യയിൽ ഒരു നമ്പർ, ഒരു ലെറ്റർ മിസ്സാണ്. നമ്മൾ പഠിച്ച ലെറ്ററിൽ ഒരു ലെറ്റർ മിസ്സാണ്. അത് കിട്ടുന്നുണ്ടോ? ഏതാണ്? ഏത് കിട്ടുന്നില്ല? എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഒരു ഏതാണ് ഞാൻ എനിക്ക് അറിയുന്ന ഒരു ലെറ്റർ ഞാൻ അവിടെ എഴുതട്ടെ. എനിക്ക് അറിയുന്ന ഒരു ലെറ്റർ മിസ്സായ നമ്പർ ഞാൻ ഇവിടെ എഴുതി കൊടുക്കാനേ. ഏതാണ്? അപ്പൊ അപ്പൊ എനിക്കും 1000 മാർക്ക് കിട്ടും. അങ്ങനെ. ഏതാ ലെറ്റർ? ഇനി ഷാനും പിന്നെ ഇങ്ങനെ തിരിഞ്ഞിക്ക്, അങ്ങനെ മാറിക്ക്, സ്ഥലം മാറ്. ഇനി രണ്ടാൾ എടുത്തെടുത്തത് ഇങ്ങനെ പിടിക്ക്. എന്താ വായിക്ക? അപ്പൊ എന്താ വായിക്ക? എന്താണ് വായിക്ക? നോക്ക. നീ ഒന്ന് വിട്ടിക്ക്. ഷാനും പിന്നെ വിട്ടിക്ക്. നീ ഒന്ന് ചേർന്നിക്ക്. അപ്പൊ എന്താ വായിക്ക? നമ്മൾ എന്ത് ചെയ്യണേ? ഈ ഒരു വേർഡ്, ഒരു ലെറ്റർ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ ഡോട്ട് ഇട്ടിട്ട്, ഓരോ ലെറ്ററിന്റെ താഴെ ഇങ്ങനെ ഓരോ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ പ്ലേ ചെയ്ത പോലെ തന്നെ അത് പിന്നെ അങ്ങോട്ട് ആരോ ചെയ്യാണ്. അത് ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഞാന് ഇവിടുന്ന് ഒറ്റ പോക്കുവാണ്. ഈ 3 ലെറ്ററിന് കൂടെ ഞാൻ ഇങ്ങനെ പോവാണ്. വായിച്ചത് ഫസ്റ്റ് ലെറ്റർ മുതൽ വായിച്ച. പോട്ടെ. പിന്നെന്താ? അപ്പൊ ഇങ്ങനെയാണ് ചെയ്തത്. ഞാനും അതേപോലെ ചെയ്യണം എന്നാ പറയണത്. കൊടുക്കാം. അവിടെ സിന്റെ അവിടെ ഡോട്ട്.
ആ സ് ആ സ് ആ ആ ആ ആ ച് ആ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോ ഈ ഡോട്ടുമ്മ കൂടെ അങ്ങോട്ട് പോകുമ്പോ പറയണം. ഞാനോ എനിക്കറിയാലോ. ഞാൻ പറയണോ? ഓക്കെ എന്നാ പോട്ടെ. സാ ആ സാ സാറ്റ് ഓക്കെ സൂപ്പർ. ഇതാ അമ്മ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് എന്താവും, അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കളറ് കൈമേൽ ആവശ്യത്തിട്ടാണ് ഞാൻ പെട്ടെന്ന് എടുക്കുന്നത്. ഇത് കുട്ടികൾ ഉപയോഗിക്കാൻ പറ്റില്ല ഈ കളറ്, വലിയ കുട്ടികളാണ്. വലിയ ചായ കുറച്ചും കൂടി വരാം, നമ്മുടെ എത്ര എന്തായാലും എന്തായാലും കേട്ടോ. 5ാമത്തെ വഴിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞത്. ഇനി 6ാമത്തെ വഴി ഞാൻ മുന്നേ ഓറൽ ബ്ലെൻഡിങ്ങിൽ ചെയ്ത പോലെ തന്നെ അതി പറഞ്ഞോ. സാറ്റ് ഇവിടെ ഇതേപോലെ നമ്മളിങ്ങനെ പിന്നെ ഓരോ നമ്മളിങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഓറൽ ബ്ലെൻഡിങ് ചാടിണ്ടായിരിക്കാം. എന്താണ് സാറ്റ്? ഓക്കെ ഒന്നും കൂടി സൂപ്പർ. അടിപൊളി. എന്താണ് ഇനി എന്താ വായിക്കാ? മറ്റേ ചാട് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാട്. എന്നിട്ട് സാറ്റ് എന്ന് ഒരുമിച്ചാണ് പറയാനാണ്. അങ്ങനത്തെ ഓരോ ലെറ്റർ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ കൂടുതൽ വേർഡുകൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അവർക്ക് മാത്രമല്ല ഇത് രസകരമായിട്ടുള്ള പല വഴികളും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വെച്ചിട്ടൊരു അമ്മക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വഴികൾ ഉള്ളത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം മാറ്റിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. എന്നിട്ട് അത് കുട്ടികളെ അത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക്, ലെറ്റർ ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ മടി കാണിക്കുന്ന, ഇംഗ്ലീഷിനോട് എപ്പോഴും നമ്മളെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊരു ഫസ്റ്റ് ഒരു വിമുഖത ഉണ്ടാവും, കാരണം നമ്മുടെ ഭാഷയല്ല. അതുകൊണ്ട് കുട്ടികൾ അതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ തന്നെയാണ് അവർ ആ ഭാഷയെ ഇഷ്ടപ്പെടാനും അവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള ഭാഷ അല്ലാതായി തീരാനും ഒക്കെ അവർക്ക് തോന്നുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്ത് കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നൂല. അപ്പൊ അങ്ങനെ അവർ നന്നായിട്ട് റീഡ് ചെയ്യാനും ഇംഗ്ലീഷ് അവരുടെ ഒരു ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ആയിട്ട് മാറാനും അത് സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.